വെൽക്കം ടു എക്സലൻറ്റ് യൂട്യൂബ് ചാനൽ. ഈ വീഡിയോ ആദ്യമായി കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെൽ ബട്ടൺ അമർത്തുക. ഡിയർ സ്റ്റുഡൻസ്, തേർഡ് സെമസ്റ്റർ അഡ്വാൻസ്ഡ് അക്കൗണ്ടിങ്ങിൻ്റെ സെക്കൻഡ് റിവിഷൻ ക്ലാസ്സിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഫസ്റ്റ് ഇപ്പോൾ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ്, ഡെൽക്രഡർ കമ്മീഷൻ. എന്താണ് ഡെൽക്രഡർ കമ്മീഷൻ എന്നാണിത് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത്. ഡെൽക്രഡർ കമ്മീഷൻ ഇറ്റ്സ് ആൻ എക്സ്ട്രാ കമ്മീഷൻ ഗിവൺ ഫോർ ടേക്കിംഗ് റിസ്ക് ഓഫ് ബാഡ് ഡെറ്റ്സ് യൂസ്ഡ് മെയിൻലി ഇൻ കൺസ്യൂമൻറ്റ് ഓർ ഏജൻസി ബിസിനസ്. ഡെൽക്രഡർ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ്ട്രാ കമ്മീഷൻ കൊടുക്കുന്ന, സാധാരണ ഓർഡിനറി കമ്മീഷൻ അല്ലെങ്കിൽ എക്സ്ട്രാ ആയി കൊടുക്കുന്ന കമ്മീഷനെ നമ്മൾ എന്ന് പറയുന്നു ഡെൽക്രഡർ കമ്മീഷൻ എന്നാണ് നമുക്ക് പറയാൻ സാധിക്കുക. ഗിവൺ ഫോർ ടേക്കിംഗ് റിസ്ക് ഓഫ് ബാഡ് ഡെറ്റ്സ്. നമുക്കറിയാം, എന്തെങ്കിലും ബാഡ് ഡെറ്റ്സിലുള്ള റിസ്ക് ഏജൻസി ഏറ്റെടുക്കുമ്പോൾ അതിൽ നമുക്ക് ലോസ് വരുന്നുണ്ട് അല്ലേ. അങ്ങനെ ആ ഏജൻറ്റിന് ലോസ് വരുമ്പോൾ കൊടുക്കുന്ന ഒരു കമ്മീഷനാണ് എന്ത് പറയുന്നത്, ഡെൽക്രഡർ കമ്മീഷൻ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ബിസിനസ് ഏജൻസിക്ക് അല്ലെങ്കിൽ കൺസ്യൂമർ യൂസ് ചെയ്യുന്ന ഒരു കമ്മീഷനാണ് എന്ത് പറയുന്നത്, ഡെൽക്രഡർ കമ്മീഷൻ എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുക. നെക്സ്റ്റ്, റോയൽറ്റി. നമുക്ക് പരിചയമുള്ളൊരു ടൈം തന്നെയാണ് റോയൽറ്റി. ഇറ്റ് ഈസ് എ റെഗുലർ പേയ്മെൻറ്റ്, മന്ത്ലി, ഇയർലി ഓർ പെർ യൂസ്, യൂഷ്വലി യൂസ്ഡ് ഓൺ എ പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് ഏൺഡ് ബൈ യൂസിങ് ദി അസറ്റ്. കോമൺ ഇൻ ബുക്സ്, മ്യൂസിക്, പേറ്റൻസ് ആൻഡ് മൈനിങ്. നോക്കാം, റോയൽറ്റി. റോയൽറ്റി ഈസ് എ റെഗുലർ പേയ്മെൻറ്റ്. അതെങ്ങനെയാണ്? ഒന്നെങ്കിൽ മന്ത്ലി ആകാം, അല്ലെങ്കിൽ ഇയർലി ആകാം, അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പോലെ ആകാം. അപ്പോൾ എന്താണ് റോയൽറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, റെഗുലർ പേയ്മെൻറ്റ് നമ്മൾ കൊടുക്കും. ഒന്നെങ്കിൽ മാസം നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കുന്ന ഒരു സ്കീമാണ് ഇത് പറയുന്നത് റോയൽറ്റി എന്ന് പറയുക. അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നതിനനുസരിച്ച് മാത്രം പേയ്മെൻറ്റ് ചെയ്യുന്നതിനെ നമുക്ക് എന്ത് പറയാം, റോയൽറ്റി എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. യൂഷ്വലി ബേസ്ഡ് ഓൺ എ പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് ഏൺഡ് ബൈ യൂസിങ് ദി അസറ്റ്. നമ്മൾ അസറ്റിന് യൂസ് ചെയ്യുമ്പോൾ അസറ്റിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റിൻ്റെ പെർസെൻറ്റേജ് ബേസിലാണ് നമ്മൾ റോയൽറ്റി കൊടുക്കുക. അതിന് എക്സാമ്പിളായി നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട്, കോമൺ ഇൻ ബുക്സിന് നമുക്ക് റോയൽറ്റി കൊടുക്കാറുണ്ട്. മ്യൂസിക്, പേറ്റൻസ് ആൻഡ് മൈനിങ്, ഇങ്ങനെയുള്ള ഐറ്റങ്ങൾക്കൊക്കെയാണ് നമ്മൾ റോയൽറ്റിയായി അഡോപ്റ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ഡിപ്പെൻഡ് ബ്രാഞ്ച്. Dependent branch is a branch does not maintain a complete set of books of accounts and is fully controlled by the head office. അല്ലേ, ഇത് നമ്മൾ ബ്രാഞ്ച് അക്കൗണ്ടിൽ നമ്മൾ പഠിച്ച കാര്യമാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഹെഡ് ഓഫീസിൻ്റെ ഫുൾ നിയന്ത്രണത്തിലൂടെ മാത്രമാണ്, സ്വന്തമായ ഒരു സെറ്റ് ഓഫ് അക്കൗണ്ട്സ് ഓഫ് ബുക്സ് ബ്രാഞ്ചിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. ഹെഡ് ഓഫീസിൻ്റെ കൺട്രോളിലൂടെ നമ്മളെ ബ്രാഞ്ചിലെ ബുക്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ബ്രാഞ്ചിനെയാണ് ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചസ് എന്ന് പറയുക. നെക്സ്റ്റ്, ട്രയൽ ബാലൻസ്. ട്രയൽ ബാലൻസ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് ലിസ്റ്റ് ഓൾ ദി ലെഡ്ജർ അക്കൗണ്ട് ബാലൻസസ് ഓഫ് ദി ബിസിനസ് ഓൺ എ പർട്ടിക്കുലർ ഡേറ്റിൽ ഒരു ബിസിനസ്സിൻ്റെ ലെഡ്ജർ അക്കൗണ്ട് ബാലൻസ് ലിസ്റ്റ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റിനെയാണ് ഇത് പറയുന്നത് ട്രയൽ ബാലൻസ് എന്ന് നമുക്ക് പറയാം. നമ്മൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും ഈക്വൽ ആയിരിക്കും അല്ലേ. അപ്പോൾ 2 സൈഡ്സ് ഈക്വൽ ആണെന്ന് വേണമെങ്കിൽ സമ്മറി ഓഫ് ദി ലെഡ്ജർ അക്കൗണ്ട് ബാലൻസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ ട്രയൽ ബാലൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പർട്ടിക്കുലർ പീരീഡിലെ ബിസിനസ്സിലെ ലെഡ്ജർ അക്കൗണ്ട് ബാലൻസിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെയാണെന്ന് പറയുന്നത് ട്രയൽ ബാലൻസ് എന്ന് പറയുക. നെക്സ്റ്റ്, സിംഗിൾ എൻട്രി സിസ്റ്റം. Single entry system is an incomplete method of accounting where only one aspect of each transaction is recorded, usually just the cash or personal account. അപ്പോൾ സിംഗിൾ എൻട്രി സിസ്റ്റത്തിന് അക്കൗണ്ടിങ്ങിൻ്റെ റൂളൊന്നും ഫോളോ ചെയ്യാത്തത് അല്ലേ എന്ന് പറഞ്ഞാൽ ഇൻകംപ്ലീറ്റ് മെത്തേഡ്സ് ഓഫ് അക്കൗണ്ടിങ്ങിൻ്റെ ഇൻകംപ്ലീറ്റ് മെത്തേഡ്സ് യൂസ് ചെയ്യുന്ന അക്കൗണ്ട്സ് ആണ് എന്ന് പറയുന്നത് സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് നമുക്ക് പറയാൻ സാധിക്കുക. എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു ഡബിൾ എൻട്രി സിസ്റ്റം ആണെങ്കിൽ നമുക്കറിയാം 2 ആസ്പെക്ട്സ് ആണ് വരിക അല്ലേ. ഇവിടെ നമ്മൾ സിംഗിൾ എൻട്രി സിസ്റ്റം 1 ആസ്പെക്ട്സ് മാത്രമേ ഉള്ളൂ.
വൺ ആസ്പെക്ട്, ഒരു ട്രാൻസാക്ഷൻ വൺ ആസ്പെക്ട്സ് മാത്രമേ റെക്കോർഡ് ചെയ്യുള്ളൂ. യൂഷ്വലി ജസ്റ്റ് ദ ക്യാഷ് ഓർ പേഴ്സണൽ അക്കൗണ്ട്. നമ്മൾ ഏതാണ് പ്രിപ്പയർ ചെയ്യുന്നത്? ഒന്ന് ക്യാഷ് അല്ലെങ്കിൽ പേഴ്സണൽ അക്കൗണ്ട് മാത്രമേ സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ ഫോളോ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അതുകൊണ്ടാണ് ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്ന അക്കൗണ്ട്സിനെയാണ് ഇത് പറയുന്നത് സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുക. സബ് ലീസ്, ഇപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ് സബ് ലീസ്. നോക്കാം. സബ് ലീസ് മീൻസ് leasing out a rented property to another person by the original tenant with the permission from the landlord. ലാൻഡ്ലോഡിൽ നിന്ന് പ്രത്യേക പെർമിഷനോട് കൂടി എന്ത് ചെയ്യുന്നുണ്ട്? സബ് ലീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ലീസിന് ഒരു വ്യക്തി ലീസ് കൊടുത്ത വ്യക്തി അതൊരു 3 തേർഡ് പാർട്ടീസിന് നമുക്കത് ചെയ്തു കൊടുക്കാം. അങ്ങനെ കൊടുക്കുന്ന ട്രാൻസ്ഫർ ചെയ്യുന്ന ലീസിനെയാണ് സബ് ലീസ് എന്ന് പറയുക. ലാൻഡ് ലോഡിയുടെ പെർമിഷനോടുകൂടി ഒരു വ്യക്തി നമുക്ക് ലീസിനെടുത്തു. എ എന്ന വ്യക്തി ലീസിനെടുത്താൽ ബി എന്ന തേർഡ് പാർട്ടിയെ ബി എന്ന വ്യക്തിക്ക് എന്ത് ചെയ്യാം? വീണ്ടും എന്ത് ചെയ്യാം? ട്രാൻസ്ഫർ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അങ്ങനെ ചെയ്യുന്നതിനെ ലീസിങ്ങിനെയാണെന്ന് പറയുന്നത് സബ് ലീസ് എന്ന് പറയുക. തേർഡ് പാർട്ടീസിന് കൊടുക്കുന്ന ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്ന ലീസിനെ നമ്മൾ എന്ത് പറയുന്നു? സബ് ലീസ് എന്നാണ് പറയുക. നെക്സ്റ്റ് മിനിമം റെൻറ്റ് ഓർ ഡെഡ് റെൻറ്റ് എന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കുന്നു. എന്താണ് മിനിമം റെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മിനിമം റെൻറ്റ് ഈസ് ദി ലീസ്റ്റ് എമൗണ്ട് ഓഫ് റെൻറ്റ് ദാറ്റ് ഈസ് എ ലീസ് മസ്റ്റ് പേ ടു ദി ലാൻഡ് ലോഡ്. ലാൻഡ് ലോഡിന് ഏറ്റവും മിനിമം റൈറ്റിൽ നമ്മുടെ റെൻറ്റ് കൊടുക്കുന്നതിന് ലീസിന് റെൻറ്റ് നമ്മൾ ലെസ്സി എന്ത് ചെയ്യുന്നുണ്ട്? റെൻറ്റ് പേ ചെയ്യുന്ന ലീസ്റ്റ് എമൗണ്ട് ആയിരിക്കും, ഏറ്റവും ചെറിയ എമൗണ്ട് ആയിരിക്കും. നമ്മൾ പ്രോബ്ലം വർക്കൗട്ട് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായില്ലേ? ഏറ്റവും ചെറിയൊരു എമൗണ്ട് ആയിരിക്കും മിനിമം റെൻറ്റ് എന്ന് പറയുക. നമ്മൾ ലാൻഡ് ലോഡിന് കൊടുക്കുന്ന ഒരു മിനിമം റേറ്റിൽ ഏറ്റവും കുറഞ്ഞ റേറ്റ് കൊടുക്കുന്നതിനാണ് മിനിമം റെൻറ്റ് അല്ലെങ്കിൽ ഡെഡ് റെൻറ്റ് എന്നൊക്കെ പറയാൻ സാധിക്കുന്നുണ്ട്. നെക്സ്റ്റ് ഗ്രൗണ്ട് റെൻറ്റ്. ഗ്രൗണ്ട് റെൻറ്റ് ഈസ് ദി റെൻറ്റ് പെയ്ഡ് ബൈ എ ടെനൻറ്റ് ഫോർ യൂസിങ് ലാൻഡ് ദാറ്റ് ഈസ് ഓൺഡ് ബൈ സം വൺ എൽസ്. നോക്കിക്കേ, ഗ്രൗണ്ട് റെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാൻഡ് യൂസ് ചെയ്ത് മാത്രം റെൻറ്റ് പേ ചെയ്യുന്നുണ്ട്. ബിൽഡിങ്ങിനല്ല ചെയ്യുന്നത് തന്നെ ലാൻഡ്. ഭൂമിക്ക് ഭൂമിയുടെ ഫേസിൽ മാത്രം റെൻറ്റ് പേ ചെയ്യുന്നുണ്ട്, ടെനൻ്റായി കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനെയാണിത് പറയുന്നത് ഗ്രൗണ്ട് റെൻറ്റ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുക. നെക്സ്റ്റ് ഡൗൺ പേയ്മെൻറ്റ്. ഹയർ പർച്ചേസ് സിസ്റ്റം നിങ്ങൾ പഠിച്ചതാണ്. ഡൗൺ പേയ്മെൻറ്റ് അല്ലേ? ഇനീഷ്യൽ പേയ്മെൻറ്റ് മെയ്ഡ് അറ്റ് ദി ടൈം ഓഫ് പേയ്മെൻറ്റ് അല്ലേ? നമ്മൾ എന്തെങ്കിലും ഒരു വാഹനമോ അല്ലെങ്കിൽ മോട്ടറോ അല്ലെങ്കിൽ എക്യുപ്മെൻറ്റ്സ് ഏത് ടൂൾസ് മേടിച്ചാലും അത് എന്ത് ചെയ്യുന്നു? മെഷീൻസ് മേടിച്ചാലും എന്ത് ചെയ്യണം? നമ്മൾ മേടിക്കുന്ന ടൈമിൽ മുഴുവൻ എമൗണ്ട് കൊടുക്കുന്നില്ല, ഒരു സ്പോട്ടിൽ എന്തെങ്കിലും ചെറിയൊരു എമൗണ്ട് കൊടുക്കും. അങ്ങനെ കൊടുക്കുക പേയ്മെൻറ്റ് ചെയ്യുന്നതിനാണ് ഡൗൺ പേയ്മെൻറ്റ് എന്ന്. അതുകൊണ്ടാണ് ഇനീഷ്യൽ പേയ്മെൻറ്റ് എന്ന് അതിന് പറയുന്നത്. നെക്സ്റ്റ് ക്യാഷ് പ്രൈസ്. ഫുൾ പ്രൈസ് ഈഫ് പെയ്ഡ് അപ്പ് ഫോർട്ട്. എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ പേ ചെയ്യുന്നുവെങ്കിൽ എന്ത് പറയുക? ഫുൾ എമൗണ്ട് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണിത് പറയുന്നത് റെഡി. നമ്മളൊരു അസറ്റ് പർച്ചേസ് റെഡി മുഴുവൻ എമൗണ്ടും ഇമ്മീഡിയറ്റ്ലി അന്നേരം തന്നെ സ്പോട്ടായി കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനെയാണിത് പറയുന്നത് ക്യാഷ് പ്രൈസ് എന്ന് പറയുക. നെക്സ്റ്റ് ക്ലോസിംഗ് എൻട്രീസ്. ക്ലോസിംഗ് എൻട്രീസ് ആർ ജേർണൽ എൻട്രീസ് മെയ്ഡ് അറ്റ് ദി എൻഡ് ഓഫ് ആൻ അക്കൗണ്ടിംഗ് പീരീഡ് ടു റീസെറ്റ് ദ ബാലൻസ് ഓഫ് ടെമ്പററി അക്കൗണ്ട്സ് ദാറ്റ് ഈസ് ലൈക്ക് റവന്യൂസ്, എക്സ്പെൻസ് ആൻഡ് ഡ്രോയിങ്സ്. ടെമ്പററി അക്കൗണ്ട്സ് ഏതൊക്കെ വരുന്നത്? റവന്യൂസ്, എക്സ്പെൻസ്, ഡ്രോയിങ്സ് ടു 0 ആൻഡ് ട്രാൻസ്ഫർ ദെയർ ബാലൻസസ് ടു പെർമനൻ്റ് അക്കൗണ്ട്. അപ്പോൾ ക്ലോസിംഗ് എൻട്രി എന്ന് പറഞ്ഞിട്ടുണ്ട് അർത്ഥം ഇത്രയേ ഉള്ളൂ. ടെമ്പററി അക്കൗണ്ടിൽ നിന്ന് പെർമനൻ്റ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിന്, ബാലൻസ് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് ഇത് പറയുന്നത് ക്ലോസിംഗ് എൻട്രീസ് എന്ന്. ടെമ്പററി അക്കൗണ്ട് ഏതൊക്കെയാണ്? റവന്യൂ, എക്സ്പെൻസ്, ഡ്രോയിങ്സ്. ഈ ഐറ്റങ്ങളുടെ അക്കൗണ്ട്സ് ആയിരിക്കും എന്ത്? പെർമനൻ്റ് അക്കൗണ്ടിലേക്ക് ബാലൻസ് ട്രാൻസ്ഫർ ചെയ്യും. ഇതിനെയാണെന്ന് പറയുന്നത് ക്ലോസിംഗ് എൻട്രീസ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുക. നെക്സ്റ്റ് അബ്നോർമൽ ലോസ്. നോർമൽ അല്ല അല്ലേ? ആ വാക്കിൽ ടേമിൽ തന്നെ ആ വേഴ്സിൽ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അബ്നോർമൽ ലോസ്. Abnormal loss refers to any unexpected or unusual loss that occurs during business operations. For example, accident, theft, fire or natural disasters. അപ്പം നോക്കുക, എന്താണ് അബ്നോർമൽ ലോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാതെ വരുന്ന ലോസുകൾ ഉണ്ടാകും അല്ലേ? അങ്ങനെ വരുന്ന ലോസിനെയാണെന്ന് പറയുന്നത് ബിസിനസ് ഓപ്പറേഷനിലെ യൂഷ്വലായി വരുന്ന ലോസിനെ നമുക്കെന്ന് പറയുന്നത് അബ്നോർമൽ ലോസ് എന്നാണ് പറയുക. ഫോർ എക്സാമ്പിൾ ആക്സിഡൻറ്റ് വരുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല അല്ലേ? അങ്ങനെ വരുന്ന ലോസ്. തെഫ്റ്റ്,
കളവ് വന്നത്, ഫയർ തീപിടുത്തം മൂലം, നാച്ചുറൽ ഡിസാസ്റ്റർ അല്ലേ, നമുക്ക് വെള്ളപ്പൊക്കം മറ്റു രീതിയിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നാച്ചുറലായ ഡിസാസ്റ്ററുകൾ വരുമ്പോഴും ലോസ് സംഭവിക്കുന്നുണ്ട്. ഇതിനെയാണത് അബ്നോർമൽ ലോസ്. അപ്പോൾ അബ്നോർമൽ ലോസ് എന്ന് പറഞ്ഞാൽ ബിസിനസ് ഓപ്പറേഷനിൽ അൺഎക്സ്പെക്റ്റഡായി വരുന്ന, അൺയൂഷ്വലായി വരുന്ന ലോസിനെ എന്ത് പറയുന്നു, അബ്നോർമൽ ലോസ് എന്നാണ് പറയുക. ഹയർ പർച്ചേസ് അക്കൗണ്ടിങ്. Hire purchase is a system where goods are sold to a buyer and the payment is made in installment over a period of time. Ownership is transferred to the buyer only after the last installment is paid. നോക്കാം, ഹയർ പർച്ചേസ് അക്കൗണ്ടിങ് നമുക്കറിയാം, ഇതൊരു സിസ്റ്റമാണ്. നമുക്കറിയാം ഹയർ പർച്ചേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗുഡ്സ് ബയർ എന്ത് ചെയ്യുന്നു, പർച്ചേസ് ചെയ്യുന്നു അല്ലേ. അങ്ങനെ ബയർ പർച്ചേസ് ചെയ്യുമ്പോൾ എന്താണ്, നമുക്ക് എമൗണ്ട് ഇൻസ്റ്റാൾമെൻറ്റ് ബേസിലാണ് എന്ത് ഹയർ പർച്ചേസ് അക്കൗണ്ടിങ് നടക്കുക. അപ്പോൾ എന്താണ്, ഓരോ സർട്ടൺ പീരീഡ് ടൈം പറഞ്ഞാൽ ആ ടൈമിലായിരിക്കും ഓരോ ഇൻസ്റ്റാൾമെൻറ്റും പേയ്മെൻറ്റ് ചെയ്യുക. ഇനി ഈ ഇൻസ്റ്റാൾമെൻറ്റ് സിസ്റ്റം ഹയർ പർച്ചേസ് അക്കൗണ്ടിങ്ങിന് മറ്റൊരു പ്രത്യേക, ഓണർഷിപ്പ് ഈസ് ട്രാൻസ്ഫേർഡ് ടു ദി ബയർ ഓൺലി ആഫ്റ്റർ ദി ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് ഈസ് പെയ്ഡ്. ആരാണോ പർച്ചേസ് ആ വ്യക്തിക്ക് എന്താണ് ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് പേ ചെയ്തതിന് ശേഷം മാത്രമാണ് ഓണർഷിപ്പ് അവകാശം, ഓണർഷിപ്പ് അഡോപ്റ്റ് ചെയ്ത് ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയുള്ളൂ. ഇതാണ് ഹയർ പർച്ചേസ് അക്കൗണ്ടിങ് എന്നുകൊണ്ട് നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുക. നെക്സ്റ്റ്, കണ്ടിജൻറ്റ് ലയബിലിറ്റീസ്. എപ്പോഴും നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ കാണുന്നുണ്ട് കണ്ടിജൻറ്റ് ലയബിലിറ്റീസ്, ഹയർ പർച്ചേസ് ഒക്കെ കാണില്ല. ഈ ക്വസ്റ്റ്യനുകളിലൊക്കെ 1 മാർക്കിന് തന്നിരിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസിലും നമുക്ക് കാണുന്നത് നോക്കാം. കണ്ടിജൻറ്റ് ലയബിലിറ്റീസ് എന്താണെന്ന് നോക്കാം. എ കണ്ടിജൻറ്റ് ലയബിലിറ്റി ഈസ് എ പൊട്ടൻഷ്യൽ financial obligation that depends on the occurrence or non-occurrence of one or more uncertain future events not fully or wholly within the control of the entity. For example, lawsuits, product warranties, guarantees, pending tax assessment ആൻഡ് എൻവയോൺമെൻറ്റൽ ലയബിലിറ്റീസ്. അപ്പം നോക്കുക, എന്താണ് കണ്ടിജൻറ്റ് ലയബിലിറ്റീസ് എന്ന്. നമുക്കൊരു ഫിനാൻഷ്യൽ ഒബ്ലിഗേഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. ഫ്യൂച്ചർ ഇപ്പം ലയബിലിറ്റി ഇല്ല എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചറിലേക്ക് നമുക്ക് ലയബിലിറ്റി വരാമെന്ന കേസിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നതിനെയാണ് ഇത് പറയുന്നത്, ഫിനാൻഷ്യൽ ഒബ്ലിഗേഷൻ അഡോപ്റ്റ് ചെയ്യുന്നതിനെയാണ് ഇത് പറയുന്നത് കണ്ടിജൻറ്റ് ലയബിലിറ്റി എന്ന് നമുക്ക് പറയാൻ സാധിക്കും. എക്സാമ്പിളായി നമുക്ക് നോക്കാം, ലോ സ്യൂട്ട്, നിയമപ്രകാരമുള്ള ലോ സ്യൂട്ടുകൾ, പ്രോഡക്റ്റ് വാറണ്ടി അല്ലേ, നമ്മൾ പ്രോഡക്റ്റ് വാറണ്ടി ഗ്യാരണ്ടി കിട്ടുന്നുണ്ട്. പെൻഡിങ് ടാക്സ് അസസ്മെൻറ്റ് ചെയ്യുമ്പോൾ പെൻഡിങ് വരുന്നത്, എൻവയോൺമെൻറ്റൽ ലയബിലിറ്റീസ്, ഇതൊക്കെയാണ് ഇത് പറയുന്നത് കണ്ടിജൻറ്റ് ലയബിലിറ്റീസിന് എക്സാമ്പിളായി പറയാൻ സാധിക്കുക. കണ്ടിജൻറ്റ് ലയബിലിറ്റി എന്താണ്, 2 എക്സാമ്പിളൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ സാധിക്കുന്നത്, ഇതെല്ലാം ക്ലിയർ ആക്കുക. നെക്സ്റ്റ്, ബാലൻസ് ഷീറ്റ്. A balance sheet is a fundamental financial statement that provides a snapshot of a company's financial position at a specific point in time. It details assets, liabilities and shareholders' equity. അപ്പം ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാൻ സാധിക്കുന്നത് ഒരു കമ്പനിയുടെ ഒരു സ്പെസിഫിക് പോയിന്റ് ഓഫ് ടൈമിൽ ഫിനാൻഷ്യൽ പൊസിഷൻ്റെ ഒരു ഫണ്ടമെൻ്റൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനെയാണെന്ന് പറയുന്നത് ബാലൻസ് ഷീറ്റ് എന്ന് പറയും. ഏറ്റവും ഇതൊന്നും നിങ്ങൾക്ക് പറയാൻ സാധിക്കും, നിങ്ങൾ ഇത്ര മാത്രം എഴുതിയാൽ മതി. ബാലൻസ് ഷീറ്റ് ഡീറ്റെയിൽസ് അസറ്റ്സ്, ലയബിലിറ്റീസ് ആൻഡ് ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി, ഇത്ര മാത്രം എഴുതിയാൽ മതി. എന്തൊക്കെയാണ് ബാലൻസ് ഷീറ്റിൽ ഡീറ്റെയിൽ എഴുതുന്നത്, അസറ്റ്സ് എഴുതും, ലയബിലിറ്റീസ് ആൻഡ് ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി, ഇത്രയും മാത്രം എഴുതിയാൽ നിങ്ങൾക്ക് എന്താണ് ബാലൻസ് ഷീറ്റ്. അല്ലെങ്കിൽ എന്ത് എഴുതാം, ബാലൻസ് ഷീറ്റ് ഈസ് ഈക്വൽ വിത്ത് ദി അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് എന്ന് എഴുതിയാലും ബാലൻസ് ഷീറ്റിൻ്റെ ആൻസറായി. നെക്സ്റ്റ്, പർപ്പസ് ഓഫ് മാനുഫാക്ചറിങ് അക്കൗണ്ട്. മാനുഫാക്ചറിങ് അക്കൗണ്ടിൻ്റെ പ്രോസസ്, മാനുഫാക്ചർ ചെയ്യുക എന്ന് പറയുന്നത് നമുക്കറിയാം അല്ലേ, പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുക അല്ലേ. നോക്കുക, കാൽക്കുലേറ്റ് ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, ഒരു പർപ്പസ് നമുക്ക് എഴുതാം. സെക്കൻഡ്, ഡിറ്റർമൈൻ ദി കോസ്റ്റ് ഓഫ് ഗുഡ്സ് മാനുഫാക്ചേർഡ്. നെക്സ്റ്റ്, ഇവാലുവേറ്റ് പ്രൊഡക്ഷൻ എഫിഷ്യൻസി. നെക്സ്റ്റ്, എയ്ഡ് ഇൻ ഫിനാൻഷ്യൽ പ്ലാനിങ് ആൻഡ് കൺട്രോൾ. 4 പോയിന്റുകളാണ് ഞാനിവിടെ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. നോക്കുക, ഫസ്റ്റ് പോയിന്റ് കാൽക്കുലേറ്റ് ദി കോസ്റ്റ് ഓഫ്, നമ്മൾ പ്രൊഡക്ഷൻ ചെയ്യുമ്പോൾ അതിന് വന്നിരുന്ന കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. സെക്കൻഡ് പോയിന്റ്, ഡിറ്റർമൈൻ ദ കോസ്റ്റ് ഓഫ് ഗുഡ്സ് മാനുഫാക്ചേർഡ്, ഗുഡ്സ് മാനുഫാക്ചർഡ് വരുമ്പോൾ കോസ്റ്റ് ഡിറ്റർമൈൻ ചെയ്യുക. തേർഡ്, ഇവാലുവേറ്റ് പ്രൊഡക്ഷൻ്റെ എഫിഷ്യൻസി ഇവാലുവേറ്റ് ചെയ്യുക. ഫോർത്ത് പോയിന്റ്, എയ്ഡ് ഇൻ ഫിനാൻഷ്യൽ പ്ലാനിങ് ആൻഡ് കൺട്രോൾ,
ഫിനാൻഷ്യൽ പ്ലാനിങ്ങും അതുപോലെ കൺട്രോളും എന്ത് ചെയ്യാൻ പറ്റുന്നതാണെന്ന് പറയുന്നത് മാനുഫാക്ചറിങ് അക്കൗണ്ടിൻ്റെ പർപ്പസ്. ഇതിലേതെങ്കിലും 2-3 പഠിച്ചു വെച്ചിരിക്കുക. നെക്സ്റ്റ് ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ട് അല്ലെങ്കിൽ മെത്തേഡ് എന്നൊക്കെ പറയാം. എന്താണെന്ന് നോക്കാം. The interest suspense method is an accounting method. Is primarily by banks and financial institutions when dealing with non-performing assets. Interest suspense account അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് സസ്പെൻസ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ബാങ്കുകളും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളും നോൺ പെർഫോമിങ് അസറ്റ്സ് കൈകാര്യം ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു അക്കൗണ്ടിങ് രീതിയാണെന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് സസ്പെൻസ് മെത്തേഡ്. അപ്പോൾ എന്താണ് ഇൻട്രസ്റ്റ് സസ്പെൻസ് മെത്തേഡ് എന്ന ഒരു അക്കൗണ്ടിങ് മെത്തേഡാണ്. അതെങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ബാങ്കുകളും അതുപോലെ സാമ്പത്തിക സ്ഥാപനങ്ങളും നോൺ പെർഫോമിങ് അസറ്റ്സ് കൈകാര്യം ചെയ്യുമ്പോൾ ഉപയോഗിക്കേണ്ട ഒരു അക്കൗണ്ടിങ് രീതിയാണെന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് സസ്പെൻസ് മെത്തേഡ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ട് എന്ന് പറയുക. നെക്സ്റ്റ് ഓപ്പറേറ്റിംഗ് ലീസ്. ലീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് വാടകയ്ക്ക് പേ ചെയ്യുന്നല്ലേ ലീസിന് കൊടുക്കുന്നത്. എന്താണെന്ന് നോക്കാം. ആൻ ഓപ്പറേറ്റിംഗ് ഈസ് എ ടൈപ്പ് ഓഫ് ലീസ് എഗ്രിമെൻറ്റ് വേർ ദി ഓണർഷിപ്പ് ഓഫ് ദി അസറ്റ് റിമെയിൻസ് വിത്ത് ദ ലെസ്സർ ആൻഡ് ദി ലെസ്സി യൂസ് ദി അസറ്റ്സ് ഫോർ എ ഷോർട്ട് ഓർ സ്പെസിഫിക് പീരീഡ്. ഓപ്പറേറ്റിംഗ് ലീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലീസിന് കൊടുക്കുന്ന ഒരു എഗ്രിമെൻ്റ് ആണെന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് ലീസ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും, സിമ്പിളായി പറഞ്ഞാൽ. പിന്നെ എന്താണ്? ദ ലെസ്സർ ആണെന്ന് അസറ്റ് റിമെയിൻ ചെയ്യുന്ന ഓണർഷിപ്പ് റിമെയിൻ ചെയ്യുമ്പോൾ ലെസ്സിക്ക് എന്തിനാ ഷോർട്ട് പീരീഡിലേക്ക് എന്തിനാ അസറ്റ് യൂസ് ചെയ്യാനുള്ള പീരീഡ് കൊടുക്കുന്നു അല്ലേ. ഇങ്ങനെ കൊടുക്കുന്നതിനെയാണ് എന്ത് പറയുന്നത് ഓപ്പറേറ്റിംഗ് ലീസ് എന്ന് പറയുന്നത്. ലെസ്സർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓണറാണ്. ലെസ്സി എന്ന് പറഞ്ഞാൽ ഏജൻ്റാണ് അല്ലേ, യൂസറാണ് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? ഓണർ ആയി ഒരു വ്യക്തി എന്ത് ചെയ്യുന്നുണ്ട്? യൂസ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന വ്യക്തിക്ക് ഷോർട്ട് പീരീഡ് കൊടുക്കുന്ന ലീസ് എഗ്രിമെൻറ്റിനെയാണ് എന്ത് പറയുന്നത് ഓപ്പറേറ്റിംഗ് ലീസ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുക. നെക്സ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് പേയ്മെൻറ്റ് സിസ്റ്റം നോക്കാം. ദ ഇൻസ്റ്റാൾമെൻറ്റ് പേയ്മെൻറ്റ് സിസ്റ്റം ഈസ് എ മെത്തേഡ് ഓഫ് പർച്ചേസിങ് and where the buyer pays the total price in small installments over a period of time and ownership of the goods passes to the buyer immediately on signing the agreement. അപ്പോൾ നോക്കാം ഇൻസ്റ്റാൾമെൻറ്റ് പേയ്മെൻറ്റ് സിസ്റ്റം എന്താണെന്ന് നോക്കാം. ഇൻസ്റ്റാൾമെൻറ്റ് പേയ്മെൻറ്റ് സിസ്റ്റം ഈസ് എ മെത്തേഡ് ഓഫ് പർച്ചേസിങ്. ഗുഡ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണെന്ന് പറയുന്നത് ഇൻസ്റ്റാൾമെൻറ്റ് പേയ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുക. വേർ ദി ബയർ പേയ്സ് ദി ടോട്ടൽ പ്രൈസ് ഇൻ സ്മോൾ ഇൻസ്റ്റാൾമെൻറ്റ്സ് ഓവർ എ പീരീഡ് ഓഫ് ടൈം അല്ലേ. നമുക്കറിയാം ടോട്ടൽ പ്രൈസ് ദ സ്മോൾ ബയർ പേ ചെയ്യുന്നതാണ്. അത് ഇൻസ്റ്റാൾമെൻറ്റ് രീതിയിലാണെങ്കിൽ ഓരോ ഓവർ എ പീരീഡ് ഓഫ് ടൈമിലാണ് ചെയ്യുക. ഇനി ഓണർഷിപ്പ് കൊടുക്കുന്നത് നോക്കുക. എന്താണ്? നമ്മൾ സൈൻ ചെയ്യുന്ന നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ സൈനിങ് എഗ്രിമെൻറ്റിൽ സൈൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്ന സ്പോട്ടിൽ തന്നെ എന്തുകൊണ്ട് ഗുഡ്സിൻ്റെ ഓണർഷിപ്പും പാസ് ചെയ്യുന്നുണ്ട്. ഇതാണ് എന്ത് ഇൻസ്റ്റാൾമെൻറ്റ് പേയ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുക. നമ്മൾ ഇൻസ്റ്റാൾമെൻറ്റ് പേയ്മെൻറ്റ് സിസ്റ്റം ഇൻസ്റ്റാൾമെൻറ്റ് ബേസ് ചെയ്യുന്നു. പക്ഷേ എന്താണ് നമ്മൾ ആ സ്പോട്ടിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? എഗ്രിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് സൈൻ ചെയ്യുന്നു. ആ ടൈമിൽ തന്നെ ഓണർഷിപ്പ് ഗുഡ്സിൻ്റെ ഓണർഷിപ്പ് പാസ് ചെയ്യുന്നു. നെക്സ്റ്റ് റിക്കറിങ് എക്സ്പെൻസസ്. Recurring expenses are costs or payments that occur regularly over time, such as daily, monthly, quarterly, or yearly. For example, rent, salaries and wages, phone bills, electricity and water bills, etc. അല്ലെങ്കിൽ നമുക്ക് പറയാം പ്രീമിയം, ഇൻഷുറൻസ് പ്രീമിയം, ഇതൊക്കെ എന്താണ്? റിക്കറിങ് എക്സ്പെൻസ് ആണ്. അപ്പോൾ എന്താണ് റിക്കറിങ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പേയ്മെൻറ്റ്സ് ചെയ്യുന്ന നമുക്ക് തരുന്ന റെഗുലർ ഓവർ ടൈമിൽ കൊടുക്കുന്ന പേയ്മെൻറ്റ് ചെയ്യുന്ന അല്ല കോസ്റ്റ് വരുന്നതിനാണ് ഇത് റിക്കറിങ് എക്സ്പെൻസ് എന്ന് പറയുക. ഒന്നെങ്കിൽ അത് ഡെയിലി ചെയ്യാം, അല്ലെങ്കിൽ മന്ത്ലി ചെയ്യാം, അല്ലെങ്കിൽ ക്വാർട്ടർലി ചെയ്യാം, അല്ലെങ്കിൽ ഇയർലി ചെയ്യാം. എക്സാമ്പിളായി നമുക്ക് പറയാം റെൻറ്റ്, സാലറീസ് ആൻഡ് വേജസ് അല്ലേ, ഫോൺ ബില്ല്, ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ ബില്ല്, ഇൻഷുറൻസ് പ്രീമിയം, ഇതൊക്കെ എന്താണ്? റിക്കറിങ് എക്സ്പെൻസസ് ആണ്. നെക്സ്റ്റ് നോമിനൽ അക്കൗണ്ട് എന്താന്ന് നോക്കാം. നോമിനൽ അക്കൗണ്ട് ഈസ് ആൻ അക്കൗണ്ട് ദാറ്റ് ഈസ് യൂസ്ഡ് ടു റെക്കോർഡ് എക്സ്പെൻസസ്, ഇൻകംസ്, എക്സ്പെൻസ്, ഗെയിൻസ്, ലോസസ്. അപ്പോൾ നോമിനൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ അതൊരു അക്കൗണ്ട് എന്നറിയാം അല്ലേ. അപ്പോൾ നമുക്കറിയാം അക്കൗണ്ട്സ്, കൈൻഡ്സ് ഓഫ് അക്കൗണ്ട്സ് തന്നെ 3 ടൈപ്സ് ഉണ്ട്.
റിയൽ അക്കൗണ്ട്, പേഴ്സണൽ അക്കൗണ്ട്, നോമിനൽ അക്കൗണ്ട് അല്ലേ. അപ്പോൾ നോമിനൽ അക്കൗണ്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞായിരുന്നു അല്ലേ. എക്സ്പെൻസ്, ഇൻകംസ്, ഗെയിൻസ്, ലോസസ് ഒക്കെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി, യൂസ് ചെയ്യാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ട്സിനെയാണെന്ന് പറയുന്നത് നോമിനൽ അക്കൗണ്ട് എന്ന് പറയാം. അപ്പോൾ നോമിനൽ അക്കൗണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് റെക്കോർഡ് ചെയ്യുന്നത്? എക്സ്പെൻസ്, ഇൻകംസ്, ഗെയിൻസ്, ലോസസ്. ഓക്കെ. നെക്സ്റ്റ്, ഡെപ്റ്റേഴ്സ് സിസ്റ്റം എന്താണെന്ന് നോക്കാം. ഇറ്റ് റെഫേഴ്സ് ടു ദി മാനേജ്മെൻറ്റ് ഓഫ് അക്കൗണ്ട്സ് ഓൺഡ് ടു എ ബിസിനസ് ബൈ ഇറ്റ്സ് കസ്റ്റമേഴ്സ് ഫോർ ഗുഡ്സ് ഓർ സർവീസസ് പ്രൊവൈഡഡ് ഓൺ ക്രെഡിറ്റ്. ഡെപ്റ്റേഴ്സ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ കടമായിട്ടാണ് ഇതല്ലേ, ക്രെഡിറ്റ് ആയിട്ടാണ് ഗുഡ്സ് കസ്റ്റമേഴ്സിന് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക അല്ലേ. അപ്പോൾ ഒരു കൺട്രോൾ പവറാണ് അവിടെ വന്നിരിക്കുന്നത്. നമ്മൾ ക്രെഡിറ്റ് ആയിട്ടായിരിക്കും എന്ത് ചെയ്യുക, കസ്റ്റമേഴ്സിൽ നിന്ന് ഗുഡ്സുകളും സർവീസുകളും പ്രൊവൈഡ് ചെയ്തെടുക്കുക. ഇങ്ങനെ തയ്യാറാക്കുന്ന മാനേജ്മെൻറ്റ് എമൗണ്ട്സിന്, ബിസിനസ് മാനേജ്മെൻറ്റിനെയാണ് എന്ത് പറയുന്നത്, ഡെപ്റ്റേഴ്സ് സിസ്റ്റം എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുക. ഈ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എല്ലാം നിങ്ങളൊന്ന് കവർ ചെയ്യുക, നന്നായിട്ട് പഠിച്ചിട്ട് പോവുക. 1 മാർക്കിനുള്ള മുഴുവൻ മാർക്കും നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഈ വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സുകളോ എന്തെങ്കിലും കൂടുതലായിട്ട് വേണ്ടതുണ്ടെങ്കിലോ കമൻറ്റ് ബോക്സിൽ ഇടുമല്ലോ. ഓക്കെ, താങ്ക് യു.